ഗുജറാത്ത് യാത്ര തുടരുന്നു. ഞാനിപ്പോൾ ബറോഡയിലാണ്. ബറോഡ എന്ന വഡോദരയിൽ നിരവധി കാഴ്ചകൾ കാണാനുണ്ട്. ബറോഡ മ്യൂസിയം ആൻഡ് പിക്ചർ ഗാലറിയും മൃഗശാല ഉൾപ്പെടുന്ന പാർക്കും പ്രഭാത സവാരിക്ക് വളരെ അനുയോജ്യമാണ്. അത് രാവിലെ തന്നെ ധാരാളം ആൾക്കാർ അവിടെ വന്ന് വ്യായാമങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ബറോഡയിലെ ഏറ്റവും വലിയ ആകർഷണമായി പറഞ്ഞു കേട്ടത് ലക്ഷ്മി വിലാസ് പാലസ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ വീടെന്ന മട്ടിൽ അത് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഗുജറാത്തിലെ വഡോദരയിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്മി വിലാസ് കൊട്ടാരം ലോകത്തിലെ ഏറ്റവും വലിയ റെസിഡൻഷ്യൽ കൊട്ടാരങ്ങളിൽ ഒന്നാണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്ത് നിർമ്മിച്ച ഈ കൊട്ടാരം ഒരു രാജകീയ ഭവനം മാത്രമല്ല, ശക്തിയുടെയും സംസ്കാരത്തിന്റെയും വാസ്തുവിദ്യാ സൗന്ദര്യത്തിന്റെയും പ്രതീകമാണ്. എന്നാൽ ഇത് ഒരു കൊട്ടാരം എന്ന നിലയ്ക്ക് അത്ര വലിയ കൊട്ടാരമൊന്നുമല്ല. എന്നാൽ കൊട്ടാരത്തിന് സമീപമുള്ള ഗോൾഫ് മൈതാനം ഉൾപ്പെടെയുള്ള ഭൂമി ഒരുപക്ഷെ വലുതായിരിക്കാം. കൊട്ടാരത്തിന്റെ മുക്കാൽ ഭാഗവും അവർ സ്വകാര്യ ആവശ്യത്തിനായി ഉപയോഗിക്കുന്നു. അതിൻ്റെ ഏതാനും മുറികൾ മാത്രം പൊതുജനത്തിന് തുറന്നുകൊടുത്ത് വലിയ ടിക്കറ്റ് ഈടാക്കുന്നുണ്ട്. അകത്ത് കയറുന്നതിന് 350 രൂപ, തൊട്ടടുത്ത മ്യൂസിയം കാണുന്നതിന് 150 രൂപ എന്നിങ്ങനെ അവർ നമ്മളിൽ നിന്ന് വാങ്ങുന്നു. പക്ഷേ അവിടെ എല്ലാ നിയന്ത്രണങ്ങളാണ്. അങ്ങോട്ട് തിരിയരുത്, ഇങ്ങോട്ട് നോക്കരുത്, ഫോൺ കയ്യിലെടുക്കരുത് തുടങ്ങി കർശനമായ നിയന്ത്രണങ്ങളും നിർദ്ദേശങ്ങളും മാത്രമുള്ള അവിടെ കയറിയപ്പോൾ ശരിക്കും പറ്റിക്കപ്പെട്ട രീതിയിലാണ് എനിക്ക് തോന്നിയത്. കൊട്ടാരത്തിൻ്റെ പുറം ചിത്രങ്ങൾ എടുക്കാൻ മാത്രമാണ് അനുവാദം. അകമയാണെങ്കിൽ കാണാൻ വിശേഷിച്ചൊന്നുമില്ല. ശരിക്കും കാശ് വാങ്ങിയ ആളുകളെ പറ്റിക്കുന്നു. അവിടെ ചില ഭാഗത്ത് വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. വലിയ തുക വാങ്ങി കൊട്ടാരത്തിൻ്റെ ചില ഭാഗങ്ങൾ വിവാഹ ആവശ്യങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് എന്തോ ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ഇത്തരം ആഘോഷങ്ങൾക്ക് വലിയ തുക ഈടാക്കുന്നത് കൊണ്ട് സന്ദർശകരിൽ നിന്ന് ഇത്രയും ഭീമമായ തുക വാങ്ങേണ്ട ആവശ്യകത എന്താണെന്ന് അവിടെ വെച്ച് പരിചയപ്പെട്ട ബോംബെക്കാരനായ സുഹൃത്ത് വിമർശിക്കുന്നത് കേട്ടു. ഇതിനേക്കാൾ ഈ രാജകുടുംബത്തിന് ഭിക്ഷ അയച്ചുകൂടെ എന്നാണ് അയാൾ ചോദിച്ചത്. രാജാ രവിവർമ്മയുടെ 30-ലധികം ചിത്രങ്ങൾ ഇവിടുത്തെ മ്യൂസിയത്തിൽ അതിൻ്റെ ഒറിജിനലായി തന്നെ ഉണ്ട് എന്നത് മാത്രമാണ് മലയാളി എന്ന നിലയ്ക്ക് അല്പം ആശ്വാസം നൽകിയത്. രാജാ രവിവർമ്മയുടെ പേരിൽ അവിടെ ഒരു പഠന കേന്ദ്രവുമുണ്ട്. പ്രശസ്ത ചിത്രകാരൻ രാജാ രവിവർമ്മയെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയും അവിടെ അദ്ദേഹം ഹിന്ദു ദേവന്മാരുടെയും ദേവതകളുടെയും ഉൾപ്പെടെ നിരവധി പ്രശസ്തമായ ചിത്രങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. മഹാരാജ ഫത്തേഹ് സിംഗ് മ്യൂസിയത്തിലാണ് ഈ ചിത്രങ്ങളുള്ളത്. വഡോദരയിൽ നിന്ന് 53 കിലോമീറ്റർ മാറി പുരാതനമായ ഒരു സംരക്ഷിത ചരിത്ര സ്മാരകമായ പാവാഗഡ് കോട്ട കാണാൻ തീരുമാനിച്ചു. ആ യാത്രയിൽ ബസ്സിൽ എൻ്റെ അടുത്തിരുന്ന ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. അവിടെ മലമുകളിലുള്ള ദുർഗാക്ഷേത്രത്തെക്കുറിച്ച് അദ്ദേഹമാണ് പറഞ്ഞത്. പുള്ളിക്കാരൻ പാവാഗഡിലെ ദുർഗാക്ഷേത്രത്തിലാണ് പോകുന്നത്. അത് വളരെ മനോഹരമായ ഡെസ്റ്റിനേഷനാണെന്ന് മനസ്സിലാക്കി അവിടേക്ക് യാത്ര മാറ്റിപ്പിടിച്ചു. ക്ഷേത്രം കണ്ടിട്ടാവാം കോട്ടയും മസ്ജിദും കാണുന്നത് എന്ന് തീരുമാനിച്ചു. ബസ് സ്റ്റാൻഡിൽ നിന്ന് അരമണിക്കൂറിലൊരിക്കൽ ദുർഗാക്ഷേത്രത്തിലേക്ക് ബസ്സുണ്ട്. 10 രൂപ ടിക്കറ്റിൽ മലമുകളിൽ കൊണ്ടുവിടും. സ്വകാര്യ ഷെയർ വാഹനങ്ങളും ധാരാളമുണ്ട്. പിന്നെ അവിടെ നിന്ന് കേബിൾ കാറുകളും മറ്റുപയോഗിച്ചാണ് മുകൾ തട്ടിലെത്തുന്നത്. വളരെ ദൂരം കേബിൾ കാറിൽ കയറി പോകാമെങ്കിലും വീണ്ടും ധാരാളം പടികൾ കയറാനുണ്ട്. അതും കൂടെ ഒഴിവാക്കാനായി അവിടെ ഒരു വലിയ ലിഫ്റ്റ് തയ്യാറാക്കി വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഒട്ടും തന്നെ പടി കയറാതെ അമ്പലത്തിലെത്താൻ കഴിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. മുകളിൽ നിന്നുള്ള ദൃശ്യം വളരെ മനോഹരമാണ്. ധാരാളം ഭക്തജനങ്ങൾ അവിടെ എത്തുന്നുണ്ട്. എന്നാൽ എന്നെ അവിടേക്ക് നയിച്ച വ്യക്തിക്ക് കാലിന് മസിൽ പ്രശ്നങ്ങളുള്ളതിനാൽ എന്നോടൊപ്പം നടക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് അന്ന് തന്നെ മടങ്ങി പോരേണ്ടതിനാൽ അദ്ദേഹം തനിയെ പോകാൻ എന്നെ അനുവദിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു സഞ്ചിയിൽ കമ്പിളിപ്പുതപ്പും മറ്റും ഇരിക്കുന്നത് കണ്ടപ്പോൾ ഒരു പക്ഷേ അമ്പലത്തിൽ തന്നെ രാത്രി തങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും എന്നാണ് എനിക്ക് തോന്നിയത്. പോലീസ് ടെസ്റ്റ് പോലെ ഏതോ കായികക്ഷമതാ പരീക്ഷയ്ക്ക് പങ്കെടുത്തതിൻ്റെ മസിൽ പെയിനാണ് പുള്ളിക്കുള്ളത്. അതിൻ്റെ നേർച്ചയായിട്ടാണ് അമ്പലത്തിലേക്ക് വരുന്നത്. കേരളത്തെ പോലെ നിത്യഹരിതമായ വനപ്രദേശമൊന്നുമല്ല. കരിഞ്ഞുണങ്ങിയ ചെടികളും വളരെ കുറച്ച് മാത്രം വൃക്ഷങ്ങളുമുള്ള ഒരു വനപ്രദേശമാണ്. എന്തായാലും അവിടുത്തെ പള്ളികളും കോട്ടയുമൊക്കെ സന്ദർശിക്കാൻ ക്ഷേത്ര ദർശനം പെട്ടെന്ന് പൂർത്തിയാക്കി ഞാൻ തിരികെ ഇറങ്ങി. സംരക്ഷിത ചരിത്ര സ്മാരകമായതിനാൽ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് കിട്ടില്ലല്ലോ. ഗുജറാത്തിൽ പഞ്ച്മഹൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പാവാഗഡ് കോട്ടയ്ക്ക് മൗര്യ കാലഘട്ടം മുതൽ, അതായത് 4-ാം നൂറ്റാണ്ട് മുതലുള്ള ഒരു സമ്പന്നമായ ചരിത്രമുണ്ട്. പക്ഷേ ഈ കോട്ട ഏതാണ്ട് തകർന്ന നിലയിലാണ്. AD 10-13 നൂറ്റാണ്ടിലെ സോളങ്കി രാജവംശത്തിലെ രാജാ സൂര്യവംശിയാണ് പുതിയ കോട്ടയുടെ നിർമ്മാണം നടത്തിയെന്ന് പറയുന്നു. 1584-ൽ 20 മാസത്തെ യുദ്ധത്തിന് ശേഷം സുൽത്താൻ മുഹമ്മൂദ് പാവാഗഡ് പിടിച്ചെടുത്തു. മുഹമ്മദാബാദ് ചമ്പാനർ എന്ന് പുനർനാമകരണം ചെയ്തു. പിന്നീട് മുഗളരും മറാത്തരും മാറി മാറി കോട്ട പിടിച്ചെടുത്തു. ഇന്ന് പാവാഗഡ് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ്. സാത് കമാൻ എന്ന കോട്ടവാതിലുകൾ പ്രധാന ആകർഷണമാണെങ്കിലും
അവയിൽ 2 മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. ബാക്കിയൊക്കെ തന്നെ നാശോന്മുഖമായി മാറിയിരിക്കുന്നു. ഇസ്ലാമിക ഹിന്ദു ശൈലികൾ സംയോജിപ്പിച്ച ജമാ മസ്ജിദ്, ഷഹീർ കി മസ്ജിദ് എന്നീ 2 ഇന്ത്യയിലെ ആദ്യകാല പള്ളികൾ കേടന്നുകൂടാതെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് തീർച്ചയായും അവിടെ സന്ദർശിക്കാൻ തക്ക നിലവാരമുള്ള സംരക്ഷിത സ്മാരകങ്ങളാണ്. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ പള്ളികൾ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമെന്ന നിലയിൽ അതിൻ്റെ പ്രാധാന്യത്തെ കുറച്ച് കാണാനാവില്ല. വഡോദരയിൽ നഗരത്തിനുള്ളിൽ തന്നെയുള്ള സുരസാഗർ തടാകത്തിൻ്റെ നടുവിൽ സ്വർണ്ണ നിറത്തിലുള്ള ശിവൻ്റെ ഒരു വലിയ പ്രതിമയുണ്ട്. അതും ധാരാളം ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ്. ഫോറിൻ കസ്റ്റമറെ അനുവദിക്കില്ല, മിശ്രവിവാഹ ദമ്പതികളെ അനുവദിക്കില്ല തുടങ്ങിയ ബോർഡുകൾ അവിടെ ചില ഹോട്ടലിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. അവിടെ സന്ധ്യ നേരത്തിന് സൗജന്യ ഭക്ഷണം കൊടുക്കുന്ന പല സ്ഥലങ്ങളും കണ്ടു. ഗുജറാത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായ മധുര പലഹാരമായി അറിയപ്പെടുന്നത് മോഹൻതാലാണ്. ധോക്ല, ഖക്ര, തെപ്ല, ഉന്ധിയു, ജിലേബി, ബർഫി എന്നുപോലുള്ള വായിൽ വെള്ളമൂറുന്ന നിരവധി മധുരപലഹാരങ്ങൾ ഗുജറാത്തിൽ പ്രസിദ്ധമാണ്. എങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ അരവണ പോലിരിക്കുന്ന നെയ്യിൽ കാച്ചിക്കുറുക്കി എടുക്കുന്ന മാവ ആണ്. നല്ല നോൺ വെജ് ഭക്ഷണം ആസ്വദിക്കണമെന്ന് നിർബന്ധമുള്ളവർ ഗുജറാത്തിലേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. വിവിധയിനം രുചികരമായ വെജിറ്റേറിയൻ വിഭവങ്ങൾ അവിടെ കിട്ടുമെങ്കിലും നോൺ വെജ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അവിടെ നോൺ വെജ് ഭക്ഷണത്തിന് നിരോധനമൊന്നുമില്ല, പക്ഷേ ഗുജറാത്തികൾ അത് താല്പര്യപ്പെടുന്നില്ല എന്നേ ഉള്ളൂ. ഇനി നോൺ വെജ് നിർബന്ധമാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റേഷൻ തുടങ്ങിയവയുടെ അടുത്തുള്ള തട്ടുകടകളിൽ ലഭിക്കും. പൊതുവേ ഏത് ഭക്ഷണവും ചൂടോടെ മാത്രമേ വിളമ്പുകയുള്ളൂ എന്നതൊരു ആശ്വാസമാണ്. റൊട്ടിയൊക്കെ അപ്പോൾ ആവശ്യമനുസരിച്ച് ചുട്ടെടുത്ത് നൽകും. സാസ് എന്ന പേരുള്ള മോര് ഇഷ്ടം പോലെ ലഭിക്കും. പശുക്കളുടെ നാടായതിനാൽ പാൽ ഉൽപ്പന്നങ്ങൾ സുലഭമാണ്. മുംബൈ ഗാന്ധിനഗർ റെയിൽ പാതയിലെ ഒരു പ്രധാന സ്റ്റേഷനാണ് വഡോദര. പല പുതിയ ട്രെയിനുകളും ആദ്യമായി ആരംഭിച്ചത് ഈ പാതയിലൂടെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ അതിവേഗ റെയിൽ പദ്ധതി, വരാനിരിക്കുന്ന മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ഒക്കെ ഈ റൂട്ടിലാണ് വരുന്നത്. അത് 2028 പ്രവർത്തനക്ഷമമാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ആ ട്രെയിനിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 320 കിലോമീറ്റർ ആയിരിക്കും. അതായത് യാത്രാസമയം വെറും 2 മണിക്കൂറായി കുറയ്ക്കും. വഡോദരയിൽ നിന്ന് മുംബൈയിലേക്ക് ഡബിൾ ഡെക്കർ ട്രെയിനിൽ ആണ് ഞാൻ ബുക്ക് ചെയ്തിരുന്നത്. ആദ്യമായിട്ടാണ് ഡബിൾ ഡെക്കർ ട്രെയിനിൽ കയറുന്നത്. ഈ റൂട്ടിൽ 2011 മുതൽ തന്നെ ഡബിൾ ഡെക്കർ ട്രെയിൻ ഓടുന്നുണ്ട്. കേരളത്തിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്കത്ര പരിചിതമല്ലെന്നേ ഉള്ളൂ. ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ ട്രെയിൻ ഫ്ലൈയിങ് റാണി എക്സ്പ്രസ് ആയിരുന്നു. ഈ മുംബൈ സെൻട്രൽ അഹമ്മദാബാദ് ഡബിൾ ഡെക്കർ എക്സ്പ്രസ് കൂടാതെ മുംബൈക്കും പൂനെയ്ക്കും ഇടയിൽ സർവീസ് നടത്തുന്ന സിംഹഗഡ് എക്സ്പ്രസും 2 നില ട്രെയിനാണ്. അങ്ങനെ മുംബൈയിലെത്തി ഊർജ്ജസ്വലതയുടെയും വൈവിധ്യത്തിൻ്റെയും നാടായ ഗുജറാത്തിൻ്റെ സ്മരണകളുമായി 10 ദിവസത്തെ എൻ്റെ 2ാം ഗുജറാത്ത് യാത്ര പൂർത്തിയാക്കി ഞാൻ നാട്ടിലേക്ക് മടങ്ങി. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യുമല്ലോ. നന്ദി.